മലയാളികൾക്കേറെ പ്രിയപ്പെട്ട ജനപ്രിയ നടനാണ് ദിലീപ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഏതാനും മാസങ്ങൾക്കകം തന്നെ ഈ കേസിന്റെ വിധി വരും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്. ഇപ്പോൾ ഇതാ ഈ ഒരു വിഷയത്തിൽ ദിലീപിനെതിരെ ഒരു തെളിവ് പോലും ദിലീപിനെതിരെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിഷയങ്ങളും വാർത്തകളും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. ഇപ്പോൾ ഇതാ രാഹുൽ ഈശ്വർ ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചെന്ന ഒരു കേസ് പോലും ഉണ്ടായിരുന്നു. ആ കേസ് ഇപ്പോൾ എന്തായി എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. ഗ്രൂപ്പിലിട്ട് തട്ടാൻ ദിലീപ് തീരുമാനിച്ചു എന്നായിരുന്നു അന്തരിച്ച ബാലചന്ദ്രകുമാർ ഓഡിയോ സഹിതം പുറത്തുവിട്ടത്. എന്നാൽ ദിലീപ് കൊടുത്തത് 2 മിനിറ്റ് 40 സെക്കൻഡും ബാലചന്ദ്രകുമാർ കൊടുത്തത് 40 സെക്കൻഡിന്റെ ഒരു ഓഡിയോ മാത്രമാണ്. അതായത് ബാലചന്ദ്രകുമാർ ചെയ്തത് അദ്ദേഹത്തിന് വേണ്ടത് കട്ട് ചെയ്തെടുത്ത് പുറത്തുവിട്ട ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതാണ്. രാഹുൽ ഈശ്വറിന്റെ വാദം: ഈ കേസിലെ അതിജീവിതയോടെ എനിക്ക് വളരെയധികം ബഹുമാനമാണ്. എന്നാൽ അവർ ഓർക്കേണ്ടത് ദിലീപ് കാരണം സിനിമയിൽ ഏറ്റവും മികച്ച റോൾ കിട്ടിയ വ്യക്തിയാണ്. നിർഭാഗ്യവശാൽ അവർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അത് പിന്നീട് വലിയ പ്രശ്നങ്ങളായി മാറുകയും ചെയ്തു. എന്തൊക്കെയായാലും ദിലീപാണ് കുറ്റക്കാരൻ എന്ന രീതിയിൽ ഇതുവരെ ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നും രാഹുൽ ഈശ്വർ പുറത്തു പറയുകയാണ്. ഒരു മാധ്യമ ചർച്ചയ്ക്കിടെ രാഹുൽ സംസാരിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. രാഹുൽ ഈശ്വറിന് ഇപ്പോൾ നിരവധി പേരാണ് സപ്പോർട്ടുമായി എത്തുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.